അപ്പോൾ വിവിധ വേദികളിലൊക്കെ മത്സരങ്ങൾ ഇങ്ങനെ പുരോഗമിക്കുകയാണ്. ഒപ്പന നടക്കുകയാണ് പ്രധാന വേദിയിൽ. മറ്റു വേദികളിലും മാർഗംകളി അടക്കമുള്ള ഒരുപാട് ഇനങ്ങൾ നടക്കുകയാണ്. അതെ, നമുക്കൊരു എന്താണ് ഒരു നന്ദകിഷോറിന്റെ ഒരു പ്രകടനമാണ് ഇനി കാണാനുള്ളതെന്ന് തോന്നുന്നു അല്ലേ ഐശ്വര്യ? കലോത്സവ വേദിയിൽ ഏതാണ് മദ്യപാരായണത്തിലടക്കം ഒന്നല്ല മൂന്ന് ഇനങ്ങളിൽ എ ഗ്രേഡ് നേടിയ അതെ ഒരു താരമാണ് നന്ദകിഷോർ. അപ്പൊ നന്ദകിഷോറുമായി നമ്മുടെ പ്രതിനിധി സംസാരിച്ചിരുന്നു അല്ലെ? അഭിരാമി തയ്യാറാക്കി. അതെ, അഭിരാമി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. നമുക്കൊപ്പം ഇന്ന് കലോത്സവ നഗരിയിൽ നിന്ന് ചേരുന്നത് നന്ദകിഷോർ എന്ന കൊച്ചുമിടുക്കനാണ്. ഒന്നല്ല മൂന്നിനങ്ങളിലാണ് അവൻ എ ഗ്രേഡ് നേടിയത്. കൂടുതൽ വിശേഷങ്ങൾ അവനിൽ നിന്ന് ചോദിച്ചറിയാം. നമസ്കാരം. ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ. താങ്ക് യു. എന്താണ് ഇപ്പോൾ പറയാനുള്ളത്? ഇപ്പോൾ വളരെയധികം സന്തോഷവും അഭിമാനമെല്ലാം തോന്നുന്നുണ്ട്. 3 എ ഗ്രേഡ് വാങ്ങാൻ പറ്റി. ഇനി അതേപോലെ 7-ാം തീയതി ഒരു സംസ്കൃതം ഗാനാലാപനം കൂടിയുണ്ട്. അതിൻ്റെ കൂടെ റിസൾട്ട് അറിയാനുണ്ട്. ഞാൻ HS ലളിതഗാനം, പിന്നെ സംസ്കൃതം പദ്യം ചൊല്ലൽ, അതുപോലെ നാടകം, ഈ 3 ഇനത്തിനാണ് ഇപ്പോൾ എ ഗ്രേഡ് ഉള്ളത്. അതെ, ലാസ്റ്റ് മത്സരമാണ്. ഇല്ലില്ല, കഴിഞ്ഞ വർഷങ്ങളിലില്ല. ഞാനിപ്പം ഫസ്റ്റ് ടൈമാണ് സ്റ്റേജിൽ വരുന്നത്. ഫസ്റ്റ് ടൈം തന്നെ 3 ഐറ്റങ്ങളിൽ എ ഗ്രേഡ് നേടാൻ പറ്റിയതിൽ നല്ല സന്തോഷമുണ്ട്. ഉറപ്പുണ്ടോ എന്ന് ചോദിച്ചാൽ ഉറപ്പില്ല, പക്ഷേ എനിക്ക് പറ്റുന്ന അത്രയും ഞാൻ ശ്രമിക്കുന്നു. ഞാൻ ഉറപ്പ് വരികയാണ്. ഞാൻ 1ാം സ്ഥാനം കിട്ടിയ ലളിതാനം തന്നെ പാടാം. ഇപ്പം ഇതിനെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ ഗുരുക്കന്മാരെ കുറിച്ചും പറയണമല്ലോ. ഇപ്പോൾ ഞാൻ 4ാം ക്ലാസ് വരെ സൗദിയിലായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കണ്ണൂർ രവീന്ദ്രൻ മാഷിൻ്റെ കീഴിലും, പിന്നെ ഇവിടെ 5-6 വർഷമായി രമേശൻ പെരുന്തട്ട മാഷിൻ്റെ കീഴിലും, രാഗലയം കലാക്ഷേത്രത്തിൽ രമേശൻ പെരുന്തട്ട മാഷിൻ്റെ കീഴിലുമാണ് സംഗീതം പഠിക്കുന്നത്. അപ്പോൾ ആ മാഷാണ് എൻ്റെ ഗാനാലാപനം ട്യൂൺ ചെയ്തിട്ടുള്ളത്. പിന്നെ ഞാനിപ്പോൾ പാടാൻ പോകുന്ന ലളിതഗാനാണെങ്കിൽ ഇപ്പം മരിച്ചുപോയ പാക്കം പ്രവീൺ മാഷാണ് ട്യൂൺ ചെയ്തത്. ഇപ്പോൾ പ്രവീൺ മാഷിൻ്റെ ശിഷ്യയായ നിത്യ ടീച്ചറാണ് എനിക്കിത് പഠിപ്പിച്ചു തന്നത്. അപ്പോൾ അതാണിപ്പോൾ പാടാൻ പോകുന്നത്. ആത്മാവിലൊരു മയിൽ പീലിയാലെഴുതുമീ അനവധ്യ സ്വപ്നവൃന്ദാവനത്തിൽ 1000 വിടരുന്നോരഴകായി, 1000 വിടരുന്നോരഴകായി നിറയുന്നിതോർമകൾ ശലഭങ്ങൾ പോൽ. ആത്മാവിലൊരു മയിൽ പീലിയാലെഴുതുമീ അനവധ്യ സ്വപ്നവൃന്ദാവനത്തിൽ. ഞാൻ കണ്ണൂർ ജില്ലയിൽ പയ്യന്നൂർ സബ് ജില്ലയാണ്. ഞാൻ TMHSS വെള്ളോറയിലെ 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അതെ, എല്ലാവരും നല്ല സപ്പോർട്ടാണ്. ഇപ്പോൾ അച്ഛനായാലും അമ്മയായാലും. അച്ഛനിപ്പോൾ വന്നിട്ടുണ്ട്, അമ്മയ്ക്ക് വരാൻ പറ്റിയില്ല. കാരണം വീട്ടിൽ അനിയനും അമ്മാമ്മയൊക്കെ തനിച്ചാണ്, അതുകൊണ്ട് അമ്മയ്ക്ക് വരാൻ പറ്റിയില്ല. പിന്നെ പാട്ടിൻ്റെ എല്ലാ കാര്യത്തിലും അച്ഛനും അമ്മയും തന്നെയാണ് സപ്പോർട്ട്. എല്ലാം ക്ലിയർ ചെയ്ത് തരുന്നതല്ല അച്ഛനാണ്. അപ്പോൾ അച്ഛൻ വന്നിട്ടുണ്ട് കൂടെ. സ്കൂളിൽ നിന്നൊക്കെ നല്ല സപ്പോർട്ടാണ്. ഇപ്പോൾ സ്കൂളിലത്തെ ടീച്ചേഴ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവരിന്ന് രാവിലെ പോയി. അവരെന്നെ ആയാലും എപ്പോൾ എ ഗ്രേഡ് കിട്ടുമ്പോഴും എല്ലാവരും വിളിച്ച് കൺഗ്രാജുലേറ്റ് ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു. എല്ലാവരും നല്ല സപ്പോർട്ടാണ്.